ഫസ്റ്റ് നമുക്ക് ചന്തത്തിനെ കഴിച്ച് തന്നെ മറ്റുള്ള കാര്യം അത് എന്തിലാണെങ്കിലും ശരി. മെയിൻ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ വൃത്തി ഒരുപാട് നമ്മൾ ആലോചിക്കും. സ്ഥലങ്ങൾ ചൂസ് ചെയ്തോളെ, എന്നിട്ട് ഈ മെഷീനിലേക്ക് വാങ്ങിയിട്ട് മെഷീൻ വാങ്ങുക ഒരു 50 രൂപ ഉണ്ടെങ്കിൽ മതി. പക്ഷേ മെഷീൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് നമ്മൾ സ്ഥലം തേടുന്നത് ഇത് നമ്മൾ കടത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ കടം കെട്ടാനായിട്ടല്ലെങ്കിൽ നമ്മൾ എടുത്ത് അന്നേ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എടുത്തുകൊണ്ടൊന്ന് ഉള്ളി വെച്ചിട്ട് അയ്യോ ഇത് നമുക്ക് ഇവിടെ സെയിൽസ് ആയില്ലല്ലോ, ഇത് വിൽക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയെന്നുള്ളത് പറയാൻ നിൽക്കണ്ട. അത് കാരണം ഒരു ജസ്റ്റ് ഒരു ബെസ്റ്റ് ഐഡിയ ആയിട്ടൊന്ന് പറയാം. നമുക്ക് ഇഷ്ടപ്പെടും, നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ പോരാ, കുടിക്കാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടണം. അതിൽ ഉറപ്പായിട്ട് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് അത്ര ഒരു ഇഷ്ടപ്പെടും, അവർ ഉറപ്പായിട്ട് കുടിക്കും. ഇതിപ്പോൾ ജ്യൂസ് കുടിച്ചത് വരയ്ക്ക് കണ്ടിട്ട് നിങ്ങളെ വിട്ട് കുടിച്ചതിന് ദേഷ്യം ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളേ. ഇതും കണ്ട് നിങ്ങൾ എടുക്കണം, നിങ്ങളുടെ ബിസിനസ് നന്നായി വരണം എന്നുള്ളത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീടെക്കിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നേരത്തെ ഞാൻ നിറയെ വീഡിയോ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നിറയെ പേര് എനിക്ക് കണ്ടു എന്നുള്ളത് അറിയും. അതെനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നിറയെ പേര് കണ്ട്, നിറയെ മെഷീൻ സെയിൽസ് ആയിട്ടുണ്ട്. അതിനും ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാം. എല്ലാവർക്കും നന്ദി. ഇപ്പം നമ്മൾ നോക്കാൻ പോണത് കരിമ്പ് ജ്യൂസിനെ പറ്റിയുള്ള മെഷീനാണ് നോക്കാൻ പോണത്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാട്ടാൻ പോണത്, നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും, എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. ഈ വെയിൽ സമയങ്ങളിലൊക്കെ നമ്മൾ റോഡിൽ പോണ സമയത്ത് അതെല്ലാം കുടിക്കാൻ ആശിക്കും. ആ ഒരു ആശയം പറയാം. പക്ഷേ ഈ മെഷീനിലുള്ളക്ക് ഒരു വ്യത്യാസമുള്ളത് ഞാൻ പറയാം. പക്ഷേ ഇത് ഞങ്ങൾ ചെയ്യണമെന്നുള്ളതിൽ പറയില്ല. ഞാൻ നിറയെ ഇടത്ത് പോയിട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ബസ്സിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, പോയിട്ടും കുടിച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അയ്യോ അത് നല്ല ചന്തം കൊണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാനാണെങ്കിൽ ശരി, എന്തെങ്കിലും ഒരു കഴിക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ സ്ഥലം കാണുന്നതും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ടും നമ്മൾ കഴിക്കുന്നത് നിറയെ കഴിക്കണോ നിറയെ കുടിക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്ന കേട്ടാൽ നമുക്കത് ഇഷ്ടം കൊണ്ട് തീരുമാനിക്കുന്നത്. ഇപ്പം നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഇതെന്താ എന്നുള്ളത്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മെഷീനാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മെഷീൻ വന്ന് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ആണെങ്കിൽ ഈ ചിത്രം വെച്ച് കാണാം ഇതൊരു കരിമ്പ് ജ്യൂസിൻ്റെ മെഷീൻ ആയിരിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ ചിത്രം ഇല്ലയെന്ന് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ത് മെഷീനാണെന്നുള്ളത് ഒരു ഇത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഫസ്റ്റ് നമുക്ക് ചന്തത്തിനെ കഴിച്ച് തന്നെ മറ്റുള്ള കാര്യം അത് എന്തിലാണെങ്കിലും ശരി. മെയിൻ കഴിക്കുന്ന കാര്യം പറയുമ്പോൾ വൃത്തി ഒരുപാട് നമ്മൾ ആലോചിക്കും. ഇത് ഞാൻ റോട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു നീളം മോട്ടർ, അതിന് ഞാൻ കുറ്റം പറയല്ല, പറയുക എല്ലാവരും വന്ന് കിട്ടിയത് കുടിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഓരോരുത്തർ വൃത്തിയുള്ളത് നോക്കും, ചന്തമുണ്ട്, ഓക്കെ ഇത് നമുക്ക് കുടിക്കാം, ഇത് ഓക്കെ, അപ്പോൾ അങ്ങനെയെന്നുള്ളൊരു കാര്യങ്ങളുണ്ടാവില്ല. അത് തന്നെ പറയാം. അതിൽ വന്നിട്ട് ആ മെഷീന് കൊടുക്കുന്ന സമയത്ത് ആ കരിമ്പ് കൊടുക്കുമ്പോൾ 2-3 പ്രാവശ്യം അവർ അത് ചതഞ്ഞ് ചാറ് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് അത് അരച്ചെടുക്കും. പക്ഷേ ആ അരച്ചെടുക്കുന്ന സാധനം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരുമ്പിലുള്ള ഒരു ചക്രം ഓടുന്ന പോലെ ഉണ്ടാവും. അത് ജസ്റ്റ് കുടിക്കുന്നവർ കുടിക്കും. ഓരോരുത്തർ വന്നിട്ട് ഇപ്പം നമ്മളെ അച്ഛനമ്മ കുട്ടികളൊക്കെ ഒന്ന് പോവുകയാണെന്ന് വെക്കുക, എവിടെയെങ്കിലും വെളിയിൽ പോകുമ്പോൾ കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ കുടിക്കുകയായിരിക്കും ഓക്കെ എന്ന് പറഞ്ഞിട്ട്, അതൊരു കരിമ്പ് ജ്യൂസല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടികളായി വേണ്ടമ്മ വേണ്ടച്ചാ എന്നുള്ളത് പറയും. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ വരുന്നത് കണ്ടിട്ട് അങ്ങനെ മക്കൾ നമ്മളെ പോലെ തന്നെ മക്കൾ ഇരിക്കണതില്ല. ഇപ്പം വരുന്നതിൽ പറയും. ഇപ്പം എല്ലാം ലേറ്റസ് എന്ന് പറഞ്ഞിട്ട് ചന്തം അങ്ങനെ എല്ലാം അധികം ആകുമ്പോൾ അധികം ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ ആശയം ഉണ്ടാവും, കാണാൻ നല്ല ചന്തമാണ്. ആ ശരി, എനിക്ക് വേണ്ട പറഞ്ഞ കുട്ടികൾ ഇന്നൊരു ഗ്ലാസ്സും കൂടി, ശരി ഒരു ഗ്ലാസ് മതി, ഞാനും ഏട്ടനും കുടിക്കാം, ഞാനും ചേച്ചിയും കുടിക്കാം, അങ്ങനെ പറയുന്നവർ ഈ മെഷീനിലിരുന്ന് വരുന്നെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാം വരുന്ന അത്ര പേരും ഓരോരോ ഗ്ലാസ് കുടിക്കാനുള്ള ഗ്യാരണ്ടി ഈ മെഷീനിലേക്ക് ഞാൻ തരാം. എന്താ വെച്ചാൽ എനിക്ക് കണ്ടിട്ട് അത്ര ഒരു ആശയം. എന്നിട്ട് ഞാൻ നേരത്തെ കുടിച്ചതൊക്കെ അതിൽ തന്നെ കുടിച്ചില്ല എന്നും ഞാൻ പറയില്ല. പക്ഷെ അത് കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും കുടിക്കുക എന്നുള്ളത് അതുപോലെ പറയുക. അതിലൊരു ഡൗട്ടൊന്നുമില്ല. ദൂരത്ത് നിന്ന് നോക്കിയാൽ അത് എന്തെന്നുള്ളത് അറിയണം എന്നുള്ളത് അരുത്ത് വരും. നമുക്കൊരു തൃപ്തി തന്നെ. അവർ അരുത്ത് വന്നാലേ ഉറപ്പായി കുടിക്കാണ്ട് പോകില്ല. എന്താ ചോദിച്ചാൽ ഈ മെഷീൻ അങ്ങനെയാണ്. അത് കാരണം ഞാൻ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ അരയ്ക്കണം, എങ്ങനെ ചാറെടുക്കണം, നമ്മുടെ ഈ ഒരു മെഷീനിലേക്ക് കരിമ്പ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ ഇഞ്ചി ചേർക്കുന്നവർ വന്നിട്ട് അതിൽ കൂടെ ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ തിരിച്ചതിൽ ഇടണം എന്നുള്ളതില്ല. അത് ഞാൻ അരച്ച് നിങ്ങൾക്ക് ചാറ് ജ്യൂസ് എടുത്ത് കാട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പ്രാവശ്യം ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ആ മെഷീനിൽ വന്നിട്ട് പറയണം എന്നുള്ളതല്ല, ഞാൻ കണ്ടത് കാരണം പറയുക. അതിൽ വന്ന് 2 പ്രാവശ്യം ഒരിക്കൽ എടുത്തിട്ട് പിന്നെയും 2ാമത് പ്രാവശ്യം അതിൽ മടിച്ചിട്ട് ഇടും. എന്നിട്ട് അതിൽ ചാറ് ഫുള്ളായിട്ട് വെളിയിൽ വരാൻ വേണ്ടിയിട്ട്. അത് തന്നെ പറയാം. ഇത് ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ പോരാ, കുടിക്കാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടണം. അതിൽ ഉറപ്പായിട്ട് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് അത്ര ഒരു ഇഷ്ടപ്പെടും, അവർ ഉറപ്പായിട്ട് കുടിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഒന്നും പറയില്ല. അവർ കുടിക്കുന്നത് ഒരു ഗ്ലാസ് കുടിക്കും. ഇനിയൊന്ന് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യാമെന്നുള്ള കാര്യം കൂടി ഈ മെഷീനെ സംബന്ധിച്ചോളം പറയും. ഇപ്പം നമ്മൾ ഈ മെഷീൻ എടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഉള്ളവർ ഇല്ലാത്തവർ എന്നുള്ളത് ഉണ്ടാവും.
ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയണ ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, ഉള്ളവർ പറയുമ്പോൾ ഇപ്പോൾ വന്ന് നമുക്കൊരു മെഷീൻ എടുക്കുക ഒരു 50 രൂപ ആവശ്യമുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ മെഷീൻ എടുത്ത് ഫസ്റ്റ് ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഈ സ്ഥലത്തിന് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ജ്യൂസ് കുടിക്കാൻ പോകുമ്പോൾ നമ്മൾ വണ്ടിയിലോ ബസ്സിലോ കാറിലോ എന്തിലെങ്കിലും പോയിട്ടിരിക്കുമ്പോൾ അവിടെ എന്താ തിരക്ക് എന്നുള്ളത് അറിയണത് ആ തിരക്കുള്ള സ്ഥലത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഈ ജ്യൂസുകളിൽ പഴം ജ്യൂസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആ തിരക്ക് കണ്ടിട്ടായിരിക്കും അവിടെ എന്താണെന്നുള്ളത് അറിയാൻ പോകുന്നത്. അത് തന്നെ പറയുക, ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് വലിയ കാര്യമല്ല. ഇതിപ്പോൾ ഒരു 50 രൂപ തന്നെ. ഇപ്പോൾ നമ്മളത് ലോൺ ഇട്ട് എടുക്കണോ, അല്ല കയ്യിൽ റെഡി കാശ് ഉണ്ടോ, ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യങ്ങളും പറയുന്നുണ്ട്, ഉള്ളവരുടെ കാര്യം പറയുന്നുണ്ട്. അത് ഉള്ളവരുടെ കാര്യമാണെങ്കിൽ ഉള്ളവരുടെ കാര്യം, ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ ഇതിൽ ഇതാവും എന്നുള്ളത് പറയാം. ഫസ്റ്റ് ഈ മെഷീൻ എടുക്കുന്നതിന് മുന്നേ ഇതിപ്പോൾ ഒരു 50 രൂപ തന്നെ ആവും. പക്ഷേ ഈ 50 രൂപയ്ക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ കടമാണോ എടുക്കാൻ പോകണം, ലോണാണ് എടുക്കണത്, ഇല്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് എടുക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെടുത്തു കൊണ്ടുവന്ന് ഉള്ളിൽ വെച്ചിട്ട് അയ്യോ ഇത് നമുക്ക് ഇവിടെ സെയിൽസ് ആയില്ലല്ലോ, ഇത് വിൽക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയെന്നുള്ളത് പറയാൻ നിൽക്കണ്ട. അത് കാരണം ഒരു ജസ്റ്റ് ഒരു ബെസ്റ്റ് ഐഡിയ ആയിട്ടൊന്ന് പറയാം. ഇതിപ്പോൾ ഈ മെഷീൻ കൊണ്ടുവന്ന് ഇടണമെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഒരു 4 റോഡ് പോലെയുള്ള സ്ഥലം എന്താട്ടാ 4 റോഡ് പറയുമ്പോൾ 4 ഭാഗത്തേക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടിരിക്കും. അപ്പോൾ ആ വെള്ളത്താകുന്നൊന്നും ഒരു സംഭവം ഉണ്ടാവും. അത് കാരണം പറയാം ആ ഭാഗത്ത് ഇത് വെച്ചാൽ കൺഫേം ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന കാശ് അതിലെടുക്കാം. ഒന്നാമത്. രണ്ടാമത് ഈ ഒരു ഫംഗ്ഷനുള്ള നടക്കുന്ന സ്ഥലമാണ്, ഒരു മണ്ഡപം, ഒരു കല്യാണം ഫംഗ്ഷൻ അന്ന പോലെയുള്ളതാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഇടാം. കല്യാണം ഒരു ഭാഗത്ത് നടന്നാലും കല്യാണത്തിന് പോണവരോ വരുന്നവരോ നമ്മളത് കണ്ട് നമുക്ക് കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അവിടെ ഇടാം. ഇല്ലെങ്കിൽ ഒരു പാർക്കുകൾ, കുട്ടികൾ കളിക്കാൻ പോണ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് തന്നെ നിറയെ തിരക്കുകൾ വരുന്ന സ്ഥലം, പക്ഷം നിറയെ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ ഇതിന് ഗ്യാരണ്ടി എന്ന് പറയല്ല, നമ്മുടെ സെയിൽസിന് ഗ്യാരണ്ടി ഉള്ളത് ഉറപ്പാണ്. എന്ത് ചോദിച്ചാൽ ഇപ്പം നിറയെ പേര് വന്നിട്ട് പോയിട്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കുടിക്കാൻ പോകാത്തവർ ആരും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു 9 മാസം, ഇപ്പോൾ ജനുവരിയിൽ ഇരുന്നൊരു 9 മാസം, എന്തിനാ 9 മാസം എന്ന് പറയുന്നിട്ടാ, അത് കഴിഞ്ഞ് കുറച്ച് കുളിർ സമയങ്ങൾ, മഞ്ഞ് വീഴുന്ന സമയങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കാരണം പറയാം, ഇത് വെയിൽ സമയത്ത് പറയുമ്പോൾ നമുക്ക് വിചാരിക്കാത്തത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഓരോരുത്തർ ഈ ജ്യൂസ് കുടിച്ചാൽ നല്ലത് എന്നുള്ളൊരു ഇതിൽ അത് മഞ്ഞ് സമയം ആയിക്കോട്ടെ ഏത് സമയം കൂളില്ലാതെ ഇപ്പോൾ വന്ന് വെയിൽ സമയത്ത് പറഞ്ഞാൽ ഐസ് ഇട്ടിട്ട് തരണമെന്ന് പറയും. അപ്പോൾ ഐസ് ഇടാണ്ട് കുടിക്കുന്ന സമയത്ത് മഞ്ഞുള്ള സമയങ്ങളായിരിക്കും. അപ്പോൾ ഇത് വേണ്ട എന്നുള്ളത് ആരും തീരുമാനിക്കില്ല. പക്ഷെ അത് തന്നെ പറയാം. പക്ഷെ ഇതിനൊരു മെയിൻ കാര്യം നമ്മൾ മെഷീൻ എടുക്കുന്നതിന് മുന്നേ സ്ഥലം ചൂസ് ചെയ്യുക. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് സെയിൽസ് ആയതിൻ്റെ ഒരു അങ്ങനെ സെയിൽസ് ആകുന്നുള്ള തൃപ്തിയിലാണ് ഇപ്പോൾ എങ്ങനെ പറയണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞത്, അല്ലാണ്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ല. അത് കാരണം പറയുക, ഉറപ്പായിട്ട് ഇത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാശ്യത്തിൽ എടുക്കാം. നമുക്കിപ്പോൾ ഒരു 500 പേര്, ഒരു 1000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണപ്പോൾ ഹൈവേയിൽ അങ്ങനെ മാതിരി ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ റോഡിൽ ആ ജനങ്ങൾ പോണത് എണ്ണാൻ തീരാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് എണ്ണം എന്നുള്ള ആവശ്യമില്ല. പക്ഷേ ഒരു ചുരുക്കം പറയാലോ, ഒരു 500 പേര് ക്ലാസ് ആകുന്നുണ്ട് എന്നുള്ളത് പറയണമെങ്കിൽ നമുക്കൊരു 200 ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് വിൽക്കണം. അതിൽ 300 വിടി, 300 വരുന്നവരെല്ലാവരും കുടിക്കണം എന്നുള്ളവരുണ്ടാവില്ല. ജലദോഷം പിടിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ കുടിക്കാൻ സമയമില്ലാത്തവരുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കാരണം പറയാം, 500 200 എടുക്കാം. നമുക്ക് 200 പേര് നമ്മൾ വെച്ച് ഈ ജ്യൂസ് വിറ്റിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് അന്നുള്ള ലാഭം നമുക്ക് ഉണ്ടാകും. പക്ഷേ ഈ 200 പറയുന്നവിടെ 300 ആകാനുള്ള വായ്പും ആൾക്കാർ വന്നു പോണതിലും നമ്മുടെ ഈ മെഷീനിലേക്കും ചേരും. 200 പറഞ്ഞവിടെ 100 പേര് വരുന്നത് ഈ മെഷീൻ കണ്ടുവരും. എന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഭംഗി ശരി, ഇതിലിടുന്ന വൃത്തികൾ നമ്മൾ ഫസ്റ്റ് എവിടെ പോയാലും നമ്മൾ വൃത്തിയെ നോക്കുക. ചന്തം വെച്ച് നമ്മൾ വാങ്ങി കുടിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഇതിൽ ഞാൻ 200 എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു നമ്മുടെ ലാഭത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇനി നമുക്ക് അയ്യോ വിചാരിക്കാത്ത ലാഭം പറയുമ്പോൾ അതൊരു 100 എക്സ്ട്രാ കിട്ടണം, ഇല്ലെങ്കിൽ ഒരു 50 എക്സ്ട്രാ കിട്ടണം എന്നുള്ളത് അത് വന്ന് ഈ മെഷീൻ ഉറപ്പായി തരും. ഈ 200 പേര് പറയുന്നത് നമ്മൾ ഇടം ചൂസ് ചെയ്യുന്ന സ്ഥലം വെച്ചിട്ട് ബാക്കി എക്സ്ട്രാ ആയിട്ട് കിട്ടണമെന്നുള്ളത് ഈ മെഷീൻ നമുക്ക് ചെയ്തു തരും. മെയിൻ ഇത് തന്നെ, സ്ഥലങ്ങൾ ചൂസ് ചെയ്തോളെ. എന്നിട്ട് ഈ മെഷീനിലേക്ക് വാങ്ങിയിട്ട് മെഷീൻ വാങ്ങുക ഒരു 50 രൂപ ഉണ്ടെങ്കിൽ മതി. പക്ഷേ മെഷീൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് നമ്മൾ സ്ഥലം തേടുന്നത് ഇത് നമ്മൾ കടത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആ കടം കെട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് അന്നേ നമ്മളാക്കണം. 2 പ്രാവശ്യം നമ്മൾ നോക്കിയ സ്ഥലത്ത് പോകി ആൾക്കാർ വരുന്നത് പോണത് എല്ലാം അറിഞ്ഞിട്ട് ഹൈവേ അന്നമാതിരിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഒരു മരച്ചോട് നോക്കി എടുക്കും. ഇല്ലയോ നമ്മൾ ഈ കല്യാണം വന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലാണെങ്കിൽ അതുകൊണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ കൂടെ ആണെങ്കിൽ ഓക്കെ. ഇനി ഇതിലുള്ള സ്പെഷ്യലുകളൊക്കെ ഞാൻ നിറയെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിലെന്ത് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് അറിയും. ഇത് ഗ്യാരണ്ടി ഉള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കില്ല, അതിന് ഉറപ്പാണ് ഞാൻ. സപ്പോസ് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഈ മെഷീനെ പാർസൽ ചെയ്ത് അയച്ചു വിടാം. ഇപ്പം ഞങ്ങൾ എങ്ങനെ അയച്ചു വിടണോ അതുപോലെ അയച്ചു വിടി. അതേമാതിരി ഈ നമുക്ക് അയച്ചു വിടുന്ന ചാർജ്, ഞങ്ങൾ തിരിച്ച് അയച്ചു വിടുന്ന ചാർജ് ഇത്
ഞങ്ങൾക്ക് നിങ്ങൾ തരണ്ട, ഇത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ എങ്ങനെ ഈ മെഷീൻ എത്തിക്കണോ അതേപോലെ നിങ്ങൾ ഒരു പ്രോബ്ലം പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ ഭംഗിയായിട്ട് ശരിയാക്കിയിട്ട് ഞങ്ങളുടെ ചിലവിൽ നിങ്ങൾക്ക് അയച്ചു വിടും. ഫസ്റ്റ് സ്ഥലം നോക്കി മെഷീൻ എവിടെയും പോവില്ല. ഈ നമ്പറിലേക്ക് കാൾ ചെയ്താൽ ഞങ്ങൾ മെഷീൻ എടുത്ത് തരും. നമ്മുടെ മെഷീൻ കണ്ട് നിങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കും എല്ലാവരും. ഇതെവിടെ നിന്ന് വാങ്ങിച്ചത്, ഞങ്ങൾ എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഇപ്പം നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയാൽ ജലദോഷം വന്ന പോലെ ഉണ്ട് പറഞ്ഞാൽ വെറും ജ്യൂസായിട്ട് വാങ്ങിക്കും. ഇല്ല കുറച്ച് വെയിലാണ് നമുക്ക് ഇത്തിരി തണുത്ത പോലെ കുടിക്കണം എന്ന് പറയുന്ന സമയത്ത് ഐസ് കെട്ടി ഉണ്ടോയെന്ന് ചോദിക്കും. അതിനുള്ള ഡിഫറൻറ്റ് ഇപ്പോൾ അടുത്തവരിപ്പോൾ വന്ന് നിറയെ ഡിഫറൻറ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറയും കരിമ്പ് ജ്യൂസ് വരുമ്പോഴേ ജില്ലായിട്ട് വരുന്ന പോലെയൊക്കെ ഉണ്ടെന്ന്. അതൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ബഡ്ജറ്റിൻ്റെ ഉള്ളിലേക്ക് പോകില്ല. അതൊക്കെ വാങ്ങണമെങ്കിൽ 1-1.5 ഉള്ളിൽ പോകും, 1 ലക്ഷത്തിൻ്റെ മേലെ തന്നെ പോകും. ഇതിനൊരു ചെറിയൊരു ബെസ്റ്റ് ഐഡിയ. അതേപോലെ അതൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ വലിയ കട അതിനും അധികമായിട്ട് ഇപ്പോൾ മെഷീനെ 1 ലക്ഷം റുപ്യൻ്റെ അധികമായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ അതിനുള്ള ചിലവ് നമുക്ക് അധികം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയൊരു ബെസ്റ്റുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ മെഷീനെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ ഇതിന് പറഞ്ഞിട്ടൊരു കടയെടുക്കണം അങ്ങനെ ഇങ്ങനെയെന്നുള്ളതില്ല. ഒരു മരച്ചൂടാണെങ്കിലും ഓക്കെ തന്നെ നമുക്ക്. പക്ഷേ ഇതിനൊരു ഇപ്പോൾ നമ്മൾ ഐസ് കെട്ടി വേണം എന്നുള്ളതുണ്ട് പറഞ്ഞാൽ അതിനുള്ളൊരു ചെറിയൊരു ബെസ്റ്റ് ഒരു ഐഡിയ. ഇതിപ്പോൾ നോക്കിക്കോളെ, ഇത് തന്നെ അപ്പോൾ അതിനുള്ള ഐസ് കെട്ടി. അതേപോലെ നമ്മൾ വാങ്ങണ അവിടെ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ കരിമ്പ് നിർത്തി വെച്ചിട്ടുണ്ടാവും, വെയിലിൽ ഉണങ്ങി പോയിട്ടുണ്ടാവും. അതിന് പോയി മെഷീനിൽ കൊടുത്ത് അതിന് ചതച്ചെടുത്ത് പിന്നെ അത് 2-3 പ്രാവശ്യം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഐസ് കെട്ടിയിട്ട് തരുന്നത്. ഇതിപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഐസ് നിങ്ങൾക്കിപ്പോൾ ജില്ലായിട്ട് വേണം എന്നുള്ളത് പറയണ്ടല്ലോ, ഞാനത് നിങ്ങൾക്ക് കാട്ടിത്തരാം. പക്ഷേ ഇതിനുള്ളിൽ നമ്മൾ ഐസ് കെട്ടി ഇട്ട് വെച്ചിട്ട് അതിനുള്ളിൽ കരിമ്പ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇതിപ്പോൾ നമ്മൾ കരിമ്പ് ഭയങ്കര ജില്ലായിട്ടുണ്ട്, തൊടുമ്പോൾ ഭയങ്കര ജില്ല. ഇതിപ്പോൾ നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് ചതഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഭയങ്കര ജില്ലായിട്ട് വരും. ഇതിലിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഐസ് കെട്ടി ഇടുകയും വേണ്ട, എടുക്കും വേണ്ട, കലക്കും വേണ്ട, ഇത് ഭയങ്കര ജില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ചിലവ് നമ്മളിപ്പോൾ ഇത് ചെറുതായിട്ട് എടുക്കുന്ന സമയത്ത് 1 ലക്ഷം പറയുമ്പോൾ അതിന് തകുന്ന മാതിരിയുള്ള സാധനങ്ങൾ. അതേപോലെ ഇതുപോലെ എവിടെയും കൊണ്ട് വെച്ച് നോക്കാൻ പറ്റില്ല. അതിന് പറഞ്ഞൊരു സ്ഥലം എടുക്കണം, അതിന് പറഞ്ഞൊരു വാടക കൊടുത്ത് അതൊക്കെ ബെസ്റ്റ്, അത് അധികം ചിലവാകും. ഇപ്പം നമ്മൾ ചെറുതായിട്ട് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ ലാഭമുണ്ട്. പക്ഷേ സാധനം കാണാൻ ചെറുതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഐസ് കെട്ടി ഇതിന്ന് അത്ര തന്നെ വ്യത്യാസമുള്ളൂ. പക്ഷേ അതോടെ ചേർന്ന് വരണമെങ്കിൽ അതിനുള്ള എമൗണ്ട് ഇറക്കണം. നമുക്കിപ്പോൾ 2 ലക്ഷം റുപ്യൊക്കെ ഇറക്കിയിട്ട് ഇതിപ്പോൾ അരച്ച് നമുക്ക് കുടിക്കാൻ പറ്റില്ല. അത് തന്നെ പറയാം. ഇപ്പം നമ്മൾ കരിമ്പ് ജ്യൂസ് അടിച്ച് നോക്കാം. ഇപ്പോൾ കരിമ്പ് ഞാൻ അതിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നോക്കേ, ഇതുപോലെ ഞാൻ ഐസ് കെട്ടി എടുക്കുന്ന പോലെ എനിക്കൊരു ഫീല്. എന്നിട്ട് അത്ര തണുപ്പായിട്ടുണ്ട് കരിമ്പ്. നിങ്ങൾ തൊടുമ്പോൾ തന്നെ അറിയും. ഇതിപ്പോൾ എൻ്റെ ഫീലാണ് ഞാൻ പറയണത്. ഞാൻ തൊടുമ്പോൾ എനിക്ക് ജില്ലായിട്ടുണ്ട് എന്നുള്ളത്. കൈ വിറയ്ക്കാൻ തുടങ്ങി. അത് കാരണം പറയാം. നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ശരിയാ. ഇപ്പം ഇപ്പോൾ കരിമ്പ് ഐസ് കെട്ടിനുള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ ജിൽനെസ് എത്രയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ശരിയാ, കരിമ്പ് എത്ര ഇതിലുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ വെളിയിൽ വെച്ചിട്ട് അമർത്തി നോക്കണത് 32 ഉണ്ട്. ശരിയാ. ഇപ്പോൾ നോക്കണേ, ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് നോക്കാം. 14. അതേപോലെ ഇനിയൊന്നും നമ്മൾ കരിമ്പ് വെട്ടുമ്പോൾ ഇങ്ങനെ തന്നെ വെട്ടാറുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് അകത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗം ഇങ്ങനെ കൊടുക്കണം. ശരിയാ. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതേപോലെ മറക്കാതെ ഈ ഭാഗം തന്നെ അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ തന്നെ അത് വെച്ച് വിട്ടിട്ടുണ്ടെന്ന് അതിൽ കൊണ്ടുപോകുന്നുണ്ട്. ചാറും വരുന്നുണ്ട്. കൈ വേറെ ജിൽനെസ്സായിരിക്കുന്നുണ്ട്. കരിമ്പിൻ്റെ ജിൽനെസ് എനിക്ക് കരിമ്പ് പിടിക്കാൻ പറ്റുന്നില്ല. നോക്ക്, അതിവേ പോകുന്നുണ്ട്. വെച്ച് കൊടുക്കുന്നത് മാത്രം ഇത്തിരി ഈ ഭാഗമായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇപ്പം ഇതിൽ നമുക്ക് തണുപ്പും കിട്ടും. ഞാൻ അതിൻ്റെ തണുപ്പ് എത്രയുണ്ട് എന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. ആ ഭാഗം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഭാഗം ചീന്തിയ ഭാഗം വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെ പോകും. തൊലിയൊക്കെ ഒന്ന് ചീന്തി കളഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മുടെ കരിമ്പ് ജിൽനെസ്സിനും വൃത്തിയായിട്ടുള്ളത് കാണുമ്പോൾ അവർക്കും കുടിക്കാനുള്ള ആശകൾ ഉണ്ടാവും. നമ്മൾ ആ റോട്ടിൽ വെച്ച് അത് നോക്കണതിന് ഇത് തന്നെ ഇത്തിരി കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു എത്ര കരിമ്പിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ. ഇത് നോക്കി എത്ര ചാറ് അതിൽ ഇനി എടുക്കാനുള്ളത് ഇല്ല. എന്നിട്ട് മുഴുവനും വന്നു. ഇത് നമ്മൾ പുറമേ കാണുന്നതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ റിട്ടേൺ എടുത്ത് അതിനിങ്ങനെ മടിച്ച് പിന്നെ അതിൽ ആ മെഷീനിൽ കൊടുക്കും. അത് തന്നെ പറയാം. ഇതിപ്പോൾ നമ്മൾക്ക് ഒരുക്കിയിട്ടാൽ മതി. ഇതിന് കൂടി നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ നമ്മളിപ്പോൾ കരിമ്പ് അകത്ത് ഇടുന്നതിൻ്റെ കൂടി ഇഞ്ചി ഇടാം. ഒരു ഇഞ്ചി ഇട്ടിട്ട് കുടിക്കുന്നവരുണ്ടാവും. ആ ഇഞ്ചി ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ചാറായിട്ടേ വരുള്ളൂ. പക്ഷേ അത് റിട്ടേൺ കൊടുക്കണ്ട. അത്രയ്ക്കും നമുക്ക് ഇതാ ചാറ് മുഴുവനും വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ എത്ര ഇട്ട് അത്ര ചാറ് ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളം കലക്കൽ ഏതും ഇല്ല. അത് മുഴുവനും ഇനിയിപ്പോൾ അത് റിട്ടേൺ ഇതിനുള്ളിൽ ഇടണം എന്നുള്ള ആവശ്യമില്ല. എല്ലാ ചാറും ഒരു തുള്ളി ഇല്ലാതെ ഇതിലെല്ലാം വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ വെളിയിൽ 31 ഉണ്ട്. ഇതിപ്പോൾ ഉള്ളിൽ അമർത്തി കാട്ടാം 20 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. അതിന്ന് എല്ലാ ചാറും വന്ന കാരണം മാത്രം ഇത്രയുള്ളത്. അപ്പോൾ ഒരിക്കൽ ഓട്ടിയതിൽ അത്രയും ചാറ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ റിട്ടേണൊന്നും ഇട്ടില്ല, ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാട്ടിയിട്ടുണ്ട്. ഇതാ കുറച്ച് ഒരു 10 ആയ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തന്നെ ഇട്ട് അതിലുള്ള അത്രയും ചാറ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്കൊക്കെ തരണമെന്ന് എനിക്കൊരു ആശയുണ്ട്. ഇതിനെ തന്നെ കടയിൽ അവർ എന്ത് കാട്ടുന്നത് വെച്ചാൽ ഇത്ര ചാറ് വരാത്ത കാരണം എന്നിട്ട് അവരായിരിക്കുമ്പോൾ ഈ ചാറ് വരില്ല അത് ആ മെഷീനിൽ. അപ്പോൾ അവർ ഇതിനെ റിട്ടേൺ ഇട്ടിട്ട് അതിലായിരിക്കും. ഇതിലിപ്പോൾ റിട്ടേൺ ഇടാനില്ല. എന്താ ചോദിച്ചാൽ നമ്മൾ മുഴുവനും ചാറ് നമ്മുടെ മെഷീനിൽ വന്നു. ഇതാ ഇതിലിനി ഒന്നുമില്ല, വെറും എന്താ കാറ്റ് പോലെയായി. ഇത് പിന്നെ 2 വെയിലിന് ഉണങ്ങിയിട്ട് പറഞ്ഞാൽ പണി കഴിഞ്ഞു. എന്താ ചോദിച്ചാൽ നമ്മുടെ ഇതിലുള്ള ചാറ് ഒരരയിൽ വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ അവിടെ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ ഇതിനിങ്ങനെ റിട്ടേൺ മടിച്ച് പിന്നെ ഒരിക്കൽ ഇടും. ഇതിപ്പോൾ ഇടേണ്ട ആവശ്യം നമുക്കില്ല. ഇത് വെറും ഇതിലൊരു തുള്ളിയും കൂടി നനവും കൂടി ഇല്ല. എന്തായിട്ട് ഇതാ നോക്കണം, ഇതിൽ എൻ്റെ കയ്യിൽ നനവുണ്ടോ നോക്ക്. എന്നിട്ട് ഇതിലുള്ള ചാറ് മുഴുവനും നമുക്കതിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കിണ്ണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം ഇതിന് റിട്ടേൺ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വന്നിട്ട് നമുക്ക് ഒരിക്കൽ ഇട്ടാൽ ഇതെല്ലാം അരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കറണ്ട് ബില്ല് എല്ലാം നമുക്ക് കുറവ് തന്നെ. ഇതിപ്പോൾ 2ാമത് പ്രാവശ്യം നമുക്ക് ഉള്ളിൽ അയക്കണം പറഞ്ഞാൽ 2ാമത്തെ പ്രാവശ്യം പിന്നെയും മോട്ടർ ഓടണം. അപ്പോൾ എന്താവും, കറണ്ട് ബില്ല് പിന്നെ അത് ഒരിക്കൽ ഓട്ടണതിന് ഇനിയൊരു ചുറ്റും ഓടണം എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓടാത്ത കാരണം ആ കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യും. അപ്പോൾ ഇനിയൊരിക്കും കൂടി അരയ്ക്കേണ്ടുള്ള കറണ്ട് ബില്ല് നമുക്കതിൽ കിട്ടുന്നുണ്ട്. അത് തന്നെ പറയാം, നിങ്ങൾ ഒരു ദിവസം ഓട്ടിയാലും 100 രൂപ വെച്ച് തന്നെ ആ കറണ്ട് ബില്ല്. അത് നമുക്കൊരു 3 ഗ്ലാസ് കരിമ്പ് ചാറൊന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ ആ കറണ്ട് ബില്ല് കാശ് നമുക്ക് ഓക്കെ തന്നെ. അത് തന്നെ പറയാം. ഇത് ശരിക്കും എൻ്റെ കയ്യിൽ നനവില്ല, നോക്കിക്കോളാം. 2 കയ്യിലും ഇതിലിപ്പോൾ ചാറുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നനവ് വരും. വേണമെങ്കിൽ മുറുക്കി കാട്ടിത്തരാം. എന്താ കയ്യിലൊന്നുമില്ല. അയ്യോ, ഇപ്പം നമ്മൾ ഈ മെഷീനെ പറ്റിയുള്ള വിഷയമാണ് നോക്കാൻ പോണത്. ഈ മെഷീൻ എങ്ങനെ ചെയ്തിട്ടുള്ളത്, ഇതിൽ എന്തുള്ളതെന്നുള്ളത് പറയാൻ പോണത്. ഇപ്പോൾ ഇതിൽ വന്നിട്ട് കാപ്പർ മോട്ടർ മെഷീനാണ്. 1.5 HP ഉള്ള മോട്ടറാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി ഈ സ്റ്റീൽ വന്നിട്ട് തുരി പിടിക്കാത്ത സ്റ്റീലാണ് ഇട്ടിരിക്കുന്നത്. 304 ഗ്രേഡിലുള്ള സ്റ്റീലാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇതിൽ മുഴുവനും നമ്മുടെ തമിഴ്നാട്ടിൽ അല്ലാണ്ട് ഇത് ചൈന മേക്കർ അന്നമാതിരിയുള്ള സാധനം ഇതിലേതും ഇല്ല. ഇത് മുഴുവനും കോയമ്പത്തൂരിൽ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അത് കാരണം ഇതിൽ ഫുൾ ഗ്യാരണ്ടി ഉണ്ട്, നല്ല സാധനത്തിൽ ഉണ്ടാക്കിയതാണ്. അത് കാരണം ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കുക. ധൈര്യം ഇല്ല എന്നല്ല പറയുക. എന്നിട്ട് ചൈന മേക്കർ പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആയി പറഞ്ഞാൽ ശരിയാക്കാൻ പറ്റില്ലയോ, അങ്ങനെ എന്തെങ്കിലും ആവും. ഇതൊന്നും ആകില്ല. സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ആകുകയാണെന്നുള്ളതുണ്ടായിരുന്നു ഇത് പറഞ്ഞത്. ഇത് കാണാൻ എന്താപ്പോൾ ഇതുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കരിമ്പ് പറയുമ്പോൾ വെള്ളമാണോ യൂസ് ചെയ്യണമെന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് തുരി പിടിക്കാത്ത സാധനം നമ്മൾ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നത്. അത് തന്നെ പറയാം. ഇതൊക്കെ ഇപ്പം ഞാൻ കരിമ്പിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ളത് ഞാൻ കാട്ടിത്തരാം. ഇതെങ്ങനെ കഴുകിയെടുക്കണോ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം. ഇതിലിപ്പോൾ നമ്മൾ ഓടിച്ചിട്ടിരിക്കുന്ന സമയത്ത് സപ്പോസ് കറണ്ട് പോയി എന്ന് വെച്ചാൽ അതിൽ പകുതിയോടെ നിൽക്കുമല്ലോ. അങ്ങനെ നിന്നിട്ട് പറഞ്ഞാൽ റിട്ടേൺ എടുക്കാനുള്ള അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതുണ്ട്. അത് ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഇപ്പോൾ എങ്ങനെ നമ്മൾ വൃത്തിയാക്കി വെക്കണം എന്നുള്ളത് നോക്കാം. അതിപ്പോൾ ഞങ്ങൾക്ക് കാട്ടിത്തരാം. എന്താ ഇതൊന്ന് ഈ ബ്ലാക്ക് ഉണ്ടല്ലോ, ഈ കറുപ്പ് കളറ്, ഇതിനിങ്ങനെ ഒന്ന് ചുറ്റി പറഞ്ഞാൽ അത് കൈക്ക് വരും. കൈക്ക് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചോളാം, അത് നിൽക്കും. ശരിയാ. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ബ്രഷ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ എന്നിട്ട് കൈ യൂസ് ചെയ്യേണ്ട, അത് മെഷീൻ്റെ സാധനമല്ല. ഇതിപ്പോൾ ഞാൻ റിവേഴ്സിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ റിട്ടേൺ വരണം എന്നുള്ളത്, അത് ഒട്ടിച്ച് വിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടപ്പൊന്ന് തുറന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ദയവ് ചെയ്ത് കൈ വയ്ക്കാതെ ബ്രഷ് എടുത്തിട്ട് അതിൽ നമ്മളെ പൊടികളൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ, അതിനൊന്ന് ബ്രഷ് വെച്ചിട്ട് ചെയ്താൽ മതി. ശരിയാ? ശരി, ഓക്കെ. ഞാനിതിൽ പറഞ്ഞ ഡീറ്റെയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാം. ഇതിപ്പോൾ ജ്യൂസ് കുടിച്ചത് വരയ്ക്ക് കാട്ടിയിട്ടുണ്ട്. നിങ്ങളെ വിട്ട് കുടിച്ചതിന് ദേഷ്യം ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളി. തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ മാത്രം ഇത് ഏട്ടന്മാർ കുടിക്കുമ്പോൾ ഞാൻ കാണാം. അത് കാരണം ഇനി ഇത്രയും വീഡിയോ കണ്ടിട്ട് ഞാൻ നിറയെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് മുന്നേ കണ്ടിട്ടുണ്ട്. ഏട്ടന്മാർ കണ്ടിട്ടുള്ളത്, ചേച്ചിമാർ കണ്ടിട്ടുള്ളത് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. നിറയെ മെഷീൻ പോയിട്ടുണ്ട്. ഇതും കാണണം, ഇതും കണ്ട് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ബിസിനസ് നന്നായി വരണം എന്നുള്ളത് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. എനിവേ എല്ലാവർക്കും നന്ദി.